ഓരോ സ്റ്റുഡിയോയിലും പോയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മിക്കവാറും തമാശയാണ് പറയുന്നത്. ആ തമാശകളും അദ്ദേഹത്തിൻ്റെ സംഗീതമൊക്കെ കേട്ടോണ്ടിരിക്കുമ്പം വിതുമ്പലേ വരുന്നുള്ളൂ, പാട്ട് വരുന്നില്ല. ജയ വിജയ ജയൻ്റെ അച്ഛൻ ശിവഗിരിയിലെ ആദ്യത്തെ തന്ത്രി ഗോപാലൻ തന്ത്രിക്കാണ്, ഞങ്ങളുടെ മുത്തശ്ശനാണ്. ശ്രീ നാരായണ ഗുരുദേവൻ ദൈവദേശം പറഞ്ഞു കൊടുത്തത്. ആ രീതിയിലാണ് നമ്മുടെ പത്മശ്രീ സംഗീത കുലപതി ജയ വിജയശ്രീ അത് ലോകത്തിന് സമർപ്പിച്ചത്. അവസാനമായിട്ട് ആ കേസറ്റ് റിലീസ് ചെയ്ത അംശമായിരുന്നു. ഇത്രയും ബൗദ്ധ പാലക്കാട് ആശ്രമത്തിൽ വെച്ചായിരുന്നു. അതുകൊള്ളുക ദൈവമേ, പാപമോചനമുണ്ടാവാൻ, പുണ്യവൃത്തി ഭവിക്കുവാൻ, ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ. നീ അയക്കുന്നു വിളിക്കുന്നു, നീ വിളിക്കുന്നു ദേഹിയെ. എന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ. അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളികൾക്കൊരു സങ്കടമാണ്, സത്യം പറഞ്ഞാൽ ഒരു വലിയ പ്രയാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ ചേട്ടൻ എം ജി രാധാകൃഷ്ണന് ജയവിജയന്മാർ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് മ്യൂസിക് അക്കാഡമിയുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഇവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ശാസ്ത്രീയ സംഗീതം പ്രാക്ടീസ് ചെയ്ത് കച്ചേരിക്ക് പോകുമായിരുന്നു. ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് ജയമാഷായിട്ട്. ജയമാഷ് നേരത്തെ പോയി, പിന്നെ മനോജ് കെ ജയൻ. അന്നൊക്കെ ഈ ജയവിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങളാണ്. ഈ വിജയൻ സാർ പോയതിന് ശേഷമാണ് ജയൻ സാറിനൊരു തീരാ ദുഃഖമായിട്ട് മാറി. അവർ രണ്ടുപേരും ഒന്നായിരുന്നു. അവർ കച്ചേരിക്ക് പാടുമ്പം അന്ന് ഈ രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ തകിലെ ചെണ്ട എന്നുള്ള വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവർ രണ്ട് തകിലും മൃദംഗവും ഗഞ്ചിറ കെടം ഇതൊക്കെ വെച്ചിട്ട് അസാധ്യമായിട്ട് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുകളുണ്ട്, അയ്യപ്പ ഗാനങ്ങൾ അവർ തന്നെ ചെയ്ത്. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി. ഞാൻ കുറേ പാട്ടുകൾ ഞാൻ ജയമാഷിന് കുറച്ച് സിനിമകൾക്കും ഒരുപാട് ഡിവോഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ്. ഇന്ന് എൻ്റെ ചേട്ടനുമില്ല, വിജയമാഷും ഇല്ല. ഇന്ന് നമുക്ക് ജയൻ മാഷെ നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം, അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ, ഈ ഒരു യുഗം ഇനി കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികൾ എവിടെ ഉണ്ടോ
അവിടെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. ഇപ്പോൾ പാടുന്നൊരു മൂടല്ലല്ലോ, കാരണം അദ്ദേഹത്തിൻ്റെ ആ പാട്ട് മാത്രമല്ല, എത്രയോ പാട്ടുകൾ, എത്ര പാട്ടുകളാണ്. കാരണം ഇപ്പം എനിക്ക് എൻ്റെ ജോലി അതാണേലും നമ്മുടെ ഈ ഒരു ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ചിന്തകളാണ്. കാരണം ഓരോ സ്റ്റുഡിയോയിലും പോയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മിക്കവാറും തമാശയാണ് പറയുന്നത്. ആ തമാശകളും അദ്ദേഹത്തിൻ്റെ സംഗീതമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പം വിതുമ്പലേ വരുന്നുള്ളൂ, പാട്ട് വരുന്നില്ല. തീർച്ചയായിട്ടും ഇനിയൊരവസരത്തിൽ ഞാൻ കുട്ടികളുടെ കൂടെ ടോപ്പ് സിംഗറിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ട് ഞാൻ ചെയ്തോളാം. നന്ദി, നമസ്കാരം. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാത കൈവിടാതിരുന്നു ഞങ്ങളെ നാവികൻ നീ മഹാപ്രീത്തു നബിവണ്ടോടി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം മുരളൊടുങ്ങിയാൽ അറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ